ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങള് രാവിലെ 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റെഡിങ്ങിലാണ് താമസം. അപ്പൊ അവളുടെ വീട്ടിലൊക്കെ പോയി കുറച്ചു നേരം സംസാരിച്ചൊക്കെ അന്ന് റെഡിങ്ങിന് നേരെ നമ്മള് ഇപ്പൊ പോകുന്നത് എവർ ആഫ്റ്റർ ഗാർഡനിലേക്കാണ്. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടുന്ന്. ഇവിടെ റെഡിങ്ങിന്ന് എവർ ആഫ്റ്റർ ഗാർഡനിലേക്ക് 1 മണിക്കൂറും 43 മിനിറ്റുമാണ് കാണിക്കുന്നത്. ലണ്ടനിലാണ് ഈ സ്ഥലം ഉള്ളത്. അവിടെ എത്തിയിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ ചെന്നതിന് ശേഷം അവിടെയൊക്കെ കണ്ട് നമ്മള് ചുമ്മാ ഒന്ന് കറങ്ങും. അപ്പൊ ആ വീഡിയോസും വിഷ്വൽസും ആയിരിക്കും ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മള് പോകുന്ന വഴി കുറച്ച് കാണിക്കാം. അവിടെ എത്തിയിട്ട് പിന്നെ കാണാം. ഓക്കെ, You save 3 minutes via A40 East. നമ്മളിതാ ഏകദേശം ലണ്ടനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറിനെ കൊണ്ട് ഇപ്പൊ ലണ്ടനിലെത്തും. ഏകദേശം 4:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നു വിചാരിക്കുക. ഓൾമോസ്റ്റ് നമ്മളിതാ ഇപ്പൊ ലണ്ടനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിപ്പോ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തും. സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച മാതിരിയല്ല, നല്ല തിരക്കുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ റോഡ് കാണുന്നതിന് തന്നെ എല്ലാവർക്കും മനസ്സിലാവും, നല്ല തിരക്കുണ്ട് വണ്ടി. പണി നടത്തുന്നതാണ് കാണുന്നത്. ചോപ്പ് കത്തുന്നൊക്കെ പണിയെടുക്കുന്നുണ്ടോ. യെസ് ഡാർലിംഗ്. ഗൈസ്, ഇപ്പം നമ്മൾ കാണുന്നതാണ് ലണ്ടനിലുള്ള മജിസ്ട്രേറ്റ് കോർട്ട്. ജഡ്ജിയൊക്കെ കൂട്ടി വീട്ടിൽ പോയി ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ഒരു 4:30 എത്തേണ്ട സാധനം ഇപ്പം ഒരു 4:45 45 ആകുന്നവരെ എത്തുള്ളൂ. അങ്ങനെ സ്ഥിതി. ഫുള്ള് ബ്ലോക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷയുണ്ട്, പക്ഷെ എത്ര ഞാൻ പ്രതീക്ഷയില്ല. Proceed to the route. Yes, sir. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തി തുടങ്ങി. അവിടെയൊക്കെ പാർക്കിംഗ് കണ്ടിട്ട് എന്നിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. മാപ്പ് ഇടണേ. ഇവിടെ പാർക്കിംഗ് നോക്കിയിട്ടുള്ള സാധനം കാണില്ല. എല്ലാരും കയറി പോന്ന പാർക്കിങ്ങിലേക്കാണ് തോന്നുന്നത്. ഫൈനലി നമ്മളിത് ലണ്ടനിലെത്തി. ലണ്ടനിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുക സ്ട്രീറ്റിൽ നിന്ന്. ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടെന്നൊരു ഐഡിയ ഇല്ല. വരുമോ വണ്ടിയെ? ഗൈസ്, നമ്മളിപ്പോൾ ലണ്ടനിൽ വന്നതായിരുന്നു. ലണ്ടനിൽ വന്നപ്പോൾ കണ്ട ഒരു വണ്ടിയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വരുന്ന വണ്ടി.
ആൾക്കാർ ഡ്രോപ്പ് ചെയ്യും. ഗൈസ് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. റോഡ് മൊത്തം നല്ലവണ്ണം ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് പൊളി മൂടാക്കിയുണ്ട്. മോനെ ഒരു പോർഷെ കിടക്കുന്നുണ്ടോ? ഗൈസ് ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. ഗൈസ് ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. പൊളി. ഗൈസ് ഇതെന്താന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ക്രിസ്മസ് ആയിട്ട് UK ഗവൺമെൻറ് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. 3000 ബൾബ്സ് വെച്ചാണ് 3000 എലിമിനേറ്റിംഗ് ഫ്ലവേഴ്സ്. ഒരു രക്ഷയില്ല. ഇനി ഒന്നും കൊണ്ടോക്ക് മനസ്സിലാവുന്നതല്ല. 3000 ഫ്ലവേഴ്സാണ് ഇവരിങ്ങനെ വെച്ചത്. ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഇതായതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. വേറെ വിഷയം. സോറി ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. എത്ര ആൾക്കാർ ഇത് കാണാമെന്നാ. മെയിൻ്റെനൻസിൻ്റെ ആൾക്കാർ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ നിൽക്കുന്നത് ബ്ലൂ ജാക്കറ്റ് കാണുന്നില്ലേ, അത് ഇതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ ആൾക്കാരാണ്. അതായത് ബൾബ് കത്താത്തതൊക്കെ സ്പോട്ടിൽ അവരെന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇത് കാണണ്ടകൾ, ഈ കാണുന്ന ആൾക്കാർ മൊത്തം ഇത് കാണാൻ വേണ്ടി വന്നതാണ്. മൂവായിരം അലുമിനിയേറ്റിംഗ് ബൾബ്സാണ് ഇവിടെ ഫിറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. 1000 ഉണ്ടാവും. ഇതാണ്ടോ ടോട്ടല് 3000 ഫ്ലവേഴ്സ് അവിടെ വെച്ചത്. 3000 ഫ്ലവേഴ്സ് ഒരു രക്ഷയില്ല. അടിപൊളിയുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാലുള്ള ഒരു അവസ്ഥ. അവിടെ സൂചി വാരി പറഞ്ഞാൽ നിലത്ത് പോകില്ല, അമ്മരി തിരക്കാം. ഇവിടെ ഈ കാണുന്നത് അതാ എവറാസ്റ്റ് ഗാർഡൻ ഏരിയ. ഇത് സംഗതി സത്യം പറഞ്ഞാൽ ലൈറ്റാണ്, എഴുതിയതല്ല. ഞാൻ ആദ്യമായിട്ടല്ല ലൈറ്റ് കൊണ്ടുള്ളൊരു എഴുത്ത് കാണുന്നത്. നമ്മൾ നോർമലി ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടുള്ളൂ. ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഇതേ അടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഞാൻ ഇനി അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു അലങ്കരിച്ച് വെച്ച് സംഭവം നൈസായിട്ടുണ്ടല്ലേ. ഈ മരമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീയും. വേഗം കൊണ്ടുപോവാ വണ്ടി പൊളിച്ചില്ലേ. ഇതൊന്ന് കണ്ടപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇതെന്താ സംഭവം ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ വെള്ളം പൊന്തുവോ, മറ്റേ വെള്ളത്തിനെ കൊണ്ടുള്ള ഡാൻസുകളുണ്ടല്ലോ, എന്താണെന്നറിയില്ല. ക്രിസ്മസിന്റെ തണുപ്പിന്റെ അതാണ് സംഭവം. ക്രിസ്മസിന്റെ ഒരു തണുപ്പുണ്ടല്ലോ, ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സംഭവം ഉണ്ടോ. ആൾക്കാരൊക്കെ ആ തണുപ്പ് വന്നപ്പോഴത്തേക്ക്, ഈ ഫോഗ് വന്നപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് സംഭവം. അത് ശരി, അത് നൈസായിട്ട് കേട്ടോ. ഗൈസ് നമ്മളിത് ഇവിടുന്ന് ഇറങ്ങി. ഇത് ബ്രിട്ടീഷ് വാറിന് വേണ്ടിയിട്ട് ഡെഡായിട്ടുള്ള മൃഗങ്ങളെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് അറിയാം, അപ്പുറം പോയിട്ട് ഫ്രണ്ട് സൈഡ് എടുക്കാൻ പറ്റും. നോക്കട്ടെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പക്ഷെ മൊത്തം വായിക്കാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ട് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഗൈസ് ഇത് ഏതാ വണ്ടി എന്ന് അറിയുന്നത്? 21,47,47,000 വണ്ടിയാണത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ് വായിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും.
ഓ ബെൻലി. ബെൻലിന്റെ മാരകൊരു സാധനം. ഇത് ബെൻലി അല്ല, ഇത് വേറെയാണ്. മാർട്ടിൻ, ആസ്റ്റൺ മാർട്ടിൻ, ആസ്റ്റൺ മാർട്ടിൻ. ഇതിന്റെ ലോഗോ ഏകദേശം ബെൻലിന്റെ. ഇത് ബെൻലി അല്ല, ഇത് ഇതിന്റെ ലോഗോ ബെൻലിന്റെ ലോഗോയായിട്ട് നല്ല മാച്ച് ഉണ്ട്. ഗൈസ്, ഏതാണ് ഈ കറുത്ത കടുവ? രക്ഷയില്ല, മാരക സാധനം. ഗൈസ്, നടക്കുന്നതിന്റെ ഇടയിൽ കണ്ടതാ ഇവിടെ റോഡ് മേലെ തൂക്കിയ ലൈറ്റ്സ് ഉള്ളിലേ ബസ്. നമ്മളിപ്പോ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബിഗ് ബെന്നും കാണാം, നമുക്ക് ലണ്ടനായി കാണാം. അപ്പൊ ഈ ചർച്ച് കണ്ടപ്പോ ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്താ. ഇതാണ് പാർലമെന്റ് സ്ക്വയർ. Use the right 2 lanes to stay to the right to A302 Parliament Square. ഇവിടെ എത്തിയപ്പോൾ കുഞ്ഞിന് എന്തൊന്നുമില്ലാത്ത ആഹ്ലാദം. പാഞ്ഞ് കയറുക. നമ്മളത് ഈ സ്റ്റെപ്പ് കയറി തുടങ്ങുന്നത് അവിടേക്കാണ്. ആരാണാവോ ആ പ്രതിമ? ഏതോ ഒരു നല്ലൊരു പ്രതിമ കാണാം അവിടെ, പക്ഷെ ആളാരാന്നറിയില്ല. നെൽസൺ മണ്ടേലയാണ് സംഗതി. അവിടെ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു കുറച്ച് മറ്റേ ഇതുണ്ടാവുന്നു. അതായത് ഇവിടെ ഈ മാർക്കറ്റിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് വിചാരിച്ചു. പക്ഷെ എവിടെയാണതെന്ന് അറിയില്ല. എന്തായാലും ഒരു ജീവി വീട്ടിലില്ല, എല്ലാവരും ഇവിടെയാണ് ഉള്ളത്. അത് മാത്രം എനിക്ക് വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്രിസ്മസ് ആയിട്ട് ആരും വീട്ടിൽ ഒത്തിരിക്കാതെ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിക്കാന്നാണ് തോന്നുന്നത്. ഈ വാളിന്റെ മുകളിൽ ഉള്ളത് നോക്കിയാട്ട് എവിടുന്ന് അതിന്റെ റിഫ്ലക്ഷൻ ആണെന്നറിയില്ല. സംഭവം നൈസായില്ലേ, ഫ്ലവർ വിരിയുന്നതും ഇടുന്നതും. ഫൈനലി നമ്മള് ലൊക്കേഷൻ കണ്ട് കാറ് പാർക്ക് ചെയ്യാൻ നമുക്കൊരു കറക്റ്റ് പാർക്കിംഗ് കിട്ടിയില്ല. അതുകൊണ്ട് എവിടെയോ നിർത്തിയിട്ട് പോരുക ചെയ്ത്. ഒരുപാട് സ്റ്റോളുകളുണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് ലണ്ടനായി. ഒരു ദിവസം അതിൻ്റെ അത് കയറാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരണം. ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തെ ക്ലോസ് ചെയ്ത്. ക്രിസ്മസ് ആയതുകൊണ്ട് കുട്ടികളെ പറ്റിക്കുന്ന കുറേ സംഗതികളുണ്ട്.
കേട്ടോ. കുട്ടികൾക്ക് കളിക്കുക, കുട്ടികളെ പറ്റിക്കാനുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാ സംഭവം. സംഭവം സെറ്റപ്പാണ്, നല്ല രസമുണ്ട് കാണാൻ, വീട്ടിൽ നിന്ന് കാണുന്നതായിരുന്നു. ഇതിന്റെ പ്രത്യേകത കുട്ടികൾ മാത്രമല്ല, അഡൾട്ട്സിനും കയറാൻ പറ്റുന്നുണ്ട്. As much as I can take, 'cause I got 5 more nights of sleeping on my own, 4 more days until you're coming home, 3 more dreams do you make so tough, 2 more reasons why I love you so, 5 more nights until you're next to me, 4 more days of being lonely, 3 more wishes I can barely breathe, if I can make it to Christmas Eve. വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ തലങ്ങും വലങ്ങും നടക്കണം, എങ്ങോട്ടാന്നില്ലാതെ. നാട്ടിലില്ലാത്ത ഒരു വേറൊരു ബ്രീഡ് സാധനമാണ്. നാട്ടിലിപ്പോൾ ഉണ്ടോന്ന് അറിയില്ല, ഹസ്കി എന്ന് പറഞ്ഞിട്ട്. ഹസ്കി അല്ല, എന്താ ഇതിന്റെ പേര്? ചൗചൗ. ചൗചൗ എന്ന് പറഞ്ഞുള്ള ബ്രീഡ്. അത് അങ്ങനെ പൊള്ളിയല്ലേ, ഒരാളെ വലിപ്പം തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നലത്തെ നമ്മളെ തെണ്ടിയപ്പം കഴിഞ്ഞ് ഇപ്പോൾ നല്ല വീട്ടിൽ പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. See you then. Bye.